ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിലെ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായിട്ട് ജസ്റ്റ് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു ഡേറ്റ ഇല്ല മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഡേറ്റാസ് ഇല്ല. നമ്മുടെ മാർക്കറ്റിലും ഫ്ലാറ്റായിട്ടുള്ള ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെയറിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്ലാറ്റ് തന്നെയാണ്, പക്ക ഫ്ലാറ്റ് തന്നെയാണ്. ഇപ്പോൾ 25,600 റേഞ്ചിലാണ്, 25,500 to 600 എന്നുള്ളൊരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നൊരു ലെവൽസാണത്. ഓക്കെ, സ്റ്റിൽ കയ്യിലിരിക്കുന്ന എല്ലാ സ്റ്റോക്സിലും കുഞ്ഞ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും മാറ്റാൻ വിട്ടുപോയി. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ കാണുന്നുണ്ടോ? നമ്മുടെ ലെവൽസിന് ഉള്ളിൽ തന്നെയാണ് ഈ 600, ഈ ഗ്രീൻ ഏരിയയ്ക്ക് ഉള്ളിലാണ് നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽസ് നിൽക്കുന്നതെന്ന് പറയുന്നത്. സോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്ത് അവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് അങ്ങനെയാണ്, എല്ലാ ദിവസവും നല്ല മൊമെൻറ്റം മേളിലേക്കും താഴേക്കും തന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അത്ര പെർഫെക്റ്റ് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ എന്നുള്ളതും മാർക്കറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. മാർക്കറ്റിൽ അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വേസ് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകണമെങ്കിൽ അവിടെ താഴെ ഒരു ബിൽഡപ്പ് വരണം. ആ ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇനി ഈ ഒരു ബോട്ടത്തിൽ ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അത് ആവശ്യമുള്ള ഒരു പരിപാടിയാണ്, അവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ ആ മൊമെൻറ്റത്തിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ പൊസിഷൻ ഒന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നും സ്ക്വയർ ഓഫും ചെയ്തിട്ടില്ല, കയ്യിൽ ഇരിപ്പുണ്ട്. SBI താഴെ ഇരിപ്പുണ്ട്. റിലയൻസ് പേഴ്സണലി ഞാൻ എടുത്തിട്ടില്ല, കയ്യിൽ 1252 മേടിച്ച സാധനം ഇരിപ്പുണ്ട്. എൻ്റെ അല്ല, ഫാമിലിക്കുള്ളിൽ തന്നെ ഉണ്ട്. സോ അതവിടെ ഇരിപ്പുണ്ട്. ഇൻഫി ഉണ്ട്. കൊടാക്ക് എടുത്തിട്ടില്ല. HDFC ബാങ്ക് എടുക്കേണ്ട ലെവലാണ്, എടുത്തിട്ടില്ല. ICICI ബാങ്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം. ആക്സിസ് ബാങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. 1200 റേഞ്ചിൽ നിന്നാണ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, എന്താണെന്ന് നോക്കിയിട്ട് നമുക്കതിലേക്ക് പോകാം. അടുത്തൊരു മൊമെൻറ്റം വരാനുള്ള സമയം ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനത് ആലോചിക്കുന്നുള്ളൂ. ഈ ഒരു ക്യാൻഡലിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 25,640 മേളിൽ മാത്രമേ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ട്രേഡർ ആണെങ്കിലും ആലോചിക്കുക, ഈ പ്രീവിയസ് ക്യാൻഡലുകളുടെ ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് വന്നേക്കാം 660, 640 മുതൽ 660-നകത്ത് അത് ബ്രേക്ക് ചെയ്ത് പോയാൽ അടുത്ത് 800 റേഞ്ചിലേക്ക് പോകാനും 26,000 മേളിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെ കിടപ്പുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ഡേറ്റ ഇല്ല. ഇത് തന്നെയാണ് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഡേറ്റാസ് ഒരു മെയിൻ ഡേറ്റ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ട്രംപിൻ്റെ നമുക്ക് ജൂലൈ 9 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഡീല് നടക്കുന്നുണ്ട്. ആ ഡീലിനുള്ള ചർച്ച, അതായത് ട്രേഡ് ഡീൽ എന്ന് പറയുന്ന ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 9 എല്ലാ കൺട്രീസിനും കൊടുത്തിരിക്കുന്നത്. സോ അതിലേക്ക് അടുക്കും തോറും ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്, എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആലോചിച്ച് മാത്രം പൊസിഷൻ കീപ്പ് ചെയ്യുക. നല്ലതല്ലാത്ത പൊസിഷൻ ജൂലൈ 7 ഒക്കെ കഴിയുമ്പോൾ ഒഴിവാക്കുക. നല്ല സ്റ്റോക്കാണെങ്കിൽ കയ്യിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളാണ്, അമേരിക്കയുടെ പ്രശ്നങ്ങളാണ്, നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം ചിലപ്പോൾ 50%, 100% എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും താഴേക്ക് കൊണ്ടുവരുന്ന ഒരു സിനാരിയോ ഒക്കെ കാണും. അത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ പാസ്റ്റിൽ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ലെറ്റ് സി എന്ത് സംഭവിച്ചാലും നമുക്ക് അതിനനുസരിച്ചിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇത്രയേ ഉള്ളൂ. 4.5 minutes. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.